ഹലോ ഗായ്സ്, മമ്മ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന റബൽസ് മൂവിയുടെ ടോയ്സ്, മലയാളം ടോയ്സ് ആണ്. റിയാക്ട് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ പോവാലേ? ഓക്കെ. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. നായകൻ നീ, വില്ലൻ നീ. തെറ്റി. നായകൻ നീ, വില്ലൻ നീ. പ്രശ്നം തീർന്നല്ലോ. പുതിയതായിട്ട് നമ്മുടെ കോളേജിലേക്ക് വന്ന എല്ലാ സ്റ്റുഡൻസിനും സ്വാഗതം. சேலையில் பெண்களோட அழகையும் வேஷ்டியில் ஆண்களோட கம்பீரத்தையும் பார்க்கும்போது இந்த உலகத்திலே சிறந்த ஆடை வடிவமைப்பு தமிழ்ந்து தான் தோணுச்சு. സ്വാഭാവികം. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അടുത്തതായി കോളേജ് യൂണിയന്റെ മുൻ ചെയർമാനായിരുന്ന കോശി നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കും. എന്റെ പള്ളി ഇവിടെ ഉണ്ടായിരുന്നു ഒരു ചെയ്താൽ. കോശി നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കും. നിർത്തോ. സംസാരിക്കുന്നിടല്ലേ തന്റെ ഇംഗുലാബ് വിളി. ഇംഗുലാബിന് നേരം കാലം നോക്കാണ്ടോ? വിപ്ലവം എപ്പോഴായാലും വിപ്ലവം തന്നെ. ശരി, തൽക്കാലം നിർത്ത്. ഞാൻ പറയുന്നൊന്നും മനസ്സിലാവാതെ നമ്മുടെ കുറച്ച് തമിഴ് സുഹൃത്തുക്കൾ ഇവിടെ നിൽപ്പുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനി തമിഴിൽ സംസാരിക്കാം. എന്റെ പൊന്നു മക്കളെ, ഞാൻ തുറന്നു പറയാം. உங்களுக்கு இங்க எந்த பிரச்சனையும் வராது. இங்க இந்த பிரிச்சு பாக்குறதுல இருக்குல்ல தமிழ் மலையாளி, அது எதுவும் கிடையாது. அதுதான் நம்ம கேஎஸ்கியோட கொள்கை. இங்க எல்லாருமே ஒண்ணுதான், ஒன்னாதான் இருக்கும். ഇത് ക്യാമ്പയിൻ സ്പീച്ച് ഒന്നുമല്ല, ഫ്രഷർ സ്പീച്ച് ആണ്. ശോഭയ്ക്ക് തമാശ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ? ഇത് ക്യാമ്പയിൻ സ്പീച്ച് ഒന്നുമല്ല, ഫ്രഷർ സ്പീച്ച് ആണ്. எஸ்எஃப்ஐயோட கோஷம் லெனினையும் ஸ்டாலினையும் கண்ணு முன்னாடி கொண்டு வந்து நிறுத்துச்சு. ஆனா நீலக்கொடியோட ஆக்கிரமிப்பு, ஆதிக்கம், அதிகாரம் சிவப்பு கொடிய வேரோட மறைச்சிருச்சு. ஒரு கம்யூனிஸ்ட் காரனா நான் பார்த்த முதல் தோல்வி அது. പിന്നെ വേറെന്താ? യെസ്, വയലൻസ് കുറച്ച് കൂടിപ്പോയി. അതല്ലാതെ എനിക്ക് സംതിങ് ഇറ്റ്സ് റൊമാൻസ്. യെസ്, റൊമാൻസ്. എവിടെ പോകുന്നു? പ്ലേ ദ മ്യൂസിക്. മല കയറാൻ പോയൊരു മായാണ്ടിക്ക് എന്തോന്ന് കരിവണ്ണൂരുള്ളൊരു ഉണ്ടവട. ഉണ്ടവടയും കൊണ്ട് തെണ്ടി നടന്നപ്പോൾ പുള്ളോത്തി പെണ്ണൊന്ന് കണ്ണിൽ മിന്നി. ഈ എഫക്ട് എന്താണ് സാർ? ഈ മൂഡിനുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറാ. തെന്നിത്തേറിച്ചോര പുള്ളോത്തി പെണ്ണിന്റെ വായ തുറന്നപ്പം ഭരണിപ്പാട്ട്. തെന്നിത്തേറിച്ചോര പുള്ളോത്തി പെണ്ണിന്റെ വായ തുറന്നപ്പം ഭരണിപ്പാട്ട്. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? ഇല്ലല്ലോ. അതില്ല. ആടിവായോ പെണ്ണെ ഓടിവായോ, തെയ്യക്കം തെയ്യക്കം. തമിഴാ? ஆமா. എന്താ ലവ് അഫെയറാ? എക്സാക്ട്ലി. എനിക്ക് നാണാവുന്നു. ഇക്കാലത്ത് ഇതുപോലൊരു പയ്യനോ? അവളെ കണ്ടപ്പോ തന്നെ ഇത് തന്നെ അവള്. ഹലോ മാം, ഞാനിപ്പോൾ റബൽസിൻ്റെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗോൾ എന്താണെന്ന് വെച്ചാൽ 1 million സബ്സ്ക്രൈബേഴ്സ് ആണ്. നമ്മൾ 1 lakh സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇപ്പോൾ 1 lakh സബ്സ്ക്രൈബേഴ്സുമാണ് ഇപ്പോൾ. ഓക്കെ, എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.